ഹായ് ഓൾ. ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിൻ്റെ എത്രാം വാർഷികമാണ് ഈ കഴിഞ്ഞുപോയ 26-ാം തീയതി നാം ആഘോഷിച്ചത്? റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഈ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഈ അതിഥിക്ക് എന്തെങ്കിലും മറ്റു പ്രത്യേകതകൾ ഉണ്ടായിരുന്നോ? ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്? പെട്ടെന്ന് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഷോക്കാവും. എല്ലാ ഉത്തരങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല. അതിനാൽ തന്നെ ഈ കഴിഞ്ഞുപോയ റിപ്പബ്ലിക് ദിനത്തെ സംബന്ധിച്ച ചെറിയൊരു വീഡിയോ, അതുമായി ബന്ധപ്പെട്ട് LP UP ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചെറിയൊരു ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. തീർച്ചയായും ഒരുപാട് ദീർഘിപ്പിക്കാത്ത ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതായിരിക്കാം. കഴിഞ്ഞ ജനുവരി 26-ാം തീയതി നമ്മൾ ആഘോഷിച്ച റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് വിവരങ്ങൾ, എന്നാൽ LP UP ഇൻ്റർവ്യൂ ഈ അടുത്ത് നടക്കുമെന്നുള്ളതിനാൽ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ കുറിച്ച് വയ്ക്കുക. ഓക്കെ. ഇപ്പോൾ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിൻ്റെ 75-ാം വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചത്. എന്നാൽ 76-ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഈ കഴിഞ്ഞ ജനുവരി 26. 75-ാം വാർഷികവും 76-ാമത് റിപ്പബ്ലിക് ദിനവുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 75-ാം വാർഷികവും 76-ാമത് റിപ്പബ്ലിക് ദിനവും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ 76-ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നതാണ്. സുവർണ ഭാരതം പൈതൃകവും വികസനവും. 76-ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി എന്നത് ഏവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ റിപ്പബ്ലിക് മുഖ്യ അതിഥി എന്നുള്ളത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്നെയായിരുന്നു. ആദ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി ഒരു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 76-ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് അല്പം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുകർണോ ആയിരുന്നു. അഹമ്മദ് സുകർണോ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ടോപ്പിക്കിനുള്ള ഒരു കാര്യം. അടുത്തത്, റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയാവുന്ന 4-ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് പ്രഭാവോ എന്ന് പറയുന്ന ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ 76-ാമത് റിപ്പബ്ലിക് ഡേയിൽ എത്തിയ മുഖ്യാതിഥി. നാലാമത്തെ വട്ടമാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ അതിഥിയായി എത്തുന്നത്. ആദ്യത്തേത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്നെയായിരുന്നു. ഇപ്പോഴത്തേത് 4-ാം വട്ടമാണ് റിപ്പീറ്റ് ചെയ്ത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ അതിഥിയായിട്ട് എത്തുന്നത്. മറ്റൊരു പ്രധാന ഒരു ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന സ്ഥലം ഏതാണ് എന്നാണ്. കർത്തവ്യ പഥ് ആണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പ്ലേസ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദില്ലിയിൽ കർത്തവ്യ പഥിലെത്തി ദേശീയ പതാക ഉയർത്തി. സാധാരണ നമ്മൾക്ക് എല്ലാ റിപ്പബ്ലിക് ഡേക്കും ഉള്ളതുപോലെ തന്നെ ചടങ്ങുകൾ, 21 ഗൺ സല്യൂട്ട് ചടങ്ങ്, അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ മുഖ്യാതിഥി, അദ്ദേഹത്തിന് കാഴ്ചയ്ക്കായിട്ട് നമ്മുടെ കര, വ്യോമ, നാവിക സേനകളുടെ അതുപോലെ വിവിധ സായുധ സേനകളുടെയൊക്കെ പ്രകടനവും അതുപോലെ 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഗവർണറാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഗവർണറാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡിന് ഇടെ നൽകപ്പെടുന്ന ഒരു അവാർഡുണ്ട്. ആ അവാർഡ് എന്ന് പറയുന്നത് ധീരതാ പുരസ്കാരമാണ്. അതിനാൽ തന്നെ ഇത് പരേഡിനിടയിൽ നൽകുന്ന ഒരു അവാർഡാണ്. സോ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ധീരതാ പുരസ്കാരമാണ് റിപ്പബ്ലിക് ദിന പരേഡിന് ഇടയിൽ നൽകപ്പെടുന്ന അവാർഡ്. അതുപോലെ തന്നെ ആ ഒരു ദിവസം തന്നെ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കും.
അതുപോലെ സൈന്യത്തിലെ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സേനാ മെഡലുകൾ പ്രഖ്യാപിക്കും. ഇതെല്ലാം തന്നെ വ്യക്തികൾ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരം അവാർഡുകളും എല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു റിപ്പബ്ലിക് ഡേയിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പത്മ പുരസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളികളെ പ്രത്യേകം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ആകെ പുരസ്കാരങ്ങൾ 139 പുരസ്കാരങ്ങളാണ് നൽകിയിട്ടുള്ളത്. 139 പേർക്കാണ് നൽകിയിട്ടുള്ളത്. പത്മവിഭൂഷൺ 7 പേർക്കും പത്മഭൂഷൺ 19 പേർക്കും പത്മശ്രീ 113 പേർക്കുമാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക, ആകെ പുരസ്കാരങ്ങൾ 139, പത്മവിഭൂഷൺ 7 പേർക്കും പത്മഭൂഷൺ 19 ദെൻ പത്മശ്രീ 113 പേർക്കുമാണ് നൽകിയിട്ടുള്ളത്. പുരസ്കാര ജേതാക്കളിൽ 23 വനിതകളാണ് ഉൾപ്പെട്ടിരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പറയാനുള്ള ഒരു കാര്യം നമുക്കറിയാം, NT വാസുദേവൻ നായർ സാർക്കുള്ള മരണാന്തരം പത്മവിഭൂഷൺ നൽകി എന്നുള്ളത്. അത് സാഹിത്യം, വിദ്യാഭ്യാസം, കേരളം എന്നൊരു ടോപ്പിക്കിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ള മലയാളികളൊക്കെ നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളൊന്നും പറയുന്നില്ല. ഇതൊക്കെ പെട്ടെന്ന് എല്ലാവരും നോട്ട് ചെയ്യണമെന്നില്ല എന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യന് തൊട്ട് മുൻപ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈ റിപ്പബ്ലിക് ഡേ നമുക്ക് സ്പെഷ്യലാണ്. നമ്മൾ LPUP ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ഓരോരുത്തരും ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ ഓരോ സംഭവങ്ങളും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, പഠിക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. നന്ദി.